ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മളെ വീടിനുള്ളത് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമായി. ഇന്ത്യയുടെ 80ാം പിറന്നാളാണ് അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ആരോമലും കൂടി നമ്മളെ വീടിൻ്റെ മുന്നിൽ കൊടി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ദേശീയ പതാക ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ദേശീയ പതാക ഉയർത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ റോഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേവനം എന്നുള്ള നിലക്ക് റോഡിൻ്റെ മുന്നിൽ നമ്മൾ വൃത്തിയാക്കണം. എന്നാൽ ആരവേ നമുക്ക് അത് വൃത്തിയായിക്കൂടെ? അപ്പോൾ ഇത് എത്രാമത്തെ പിറന്നാളാണ് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? 80ാമത്തെ. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് കൊടി ആ പച്ച താഴെ തന്നെയല്ലേ ഉള്ളത്? നമ്മുടെ ഹരിതവർണ്ണം താഴെ ഇരിക്കണം എപ്പോൾ. അപ്പോൾ കറക്റ്റ് അല്ലേ? എന്നാൽ ഇവിടെ പിടിച്ചോ, നമുക്ക് കെട്ടാം. എന്നാലേ ഇത് കൊടി ഇങ്ങനെ പാറി കിടക്കണം. ഇനി ഇത് നടന്നു വെക്കണം. അപ്പോൾ നമ്മുടെ ദേശീയ പതാക നമുക്കിവിടെ ഒന്ന് നല്ല ഉറപ്പിച്ചിവിടെ നമുക്ക് കെട്ടാം. ദേശീയ പതാക നമുക്ക് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമുക്ക് കെട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിപ്പോൾ ഭംഗിയായിട്ടില്ലേ? ഉറപ്പല്ലേ? കണ്ടീഷൻ ആയിട്ടില്ലേ? എങ്കിൽ നീ പോയിട്ട് നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ ആടെ ഒരു കത്തി വെച്ചിട്ടുണ്ട്, അതിങ്ങ് എടുത്തിട്ട് വാ. അപ്പോൾ ഇതൊന്ന് കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇപ്പോൾ കാട്, ഈ കാട് കണ്ടില്ലേ? ഈ കാടൊക്കെ നമുക്ക് റോഡ് സൈഡിൻ്റെ ഈ കാടൊക്കെ നമുക്ക് വൃത്തിയാക്കണം. ഈ കാട് മുഴുവൻ അങ്ങനെ ഒന്ന് വെട്ടി തെളിച്ച് റോഡ് സൈഡ് എപ്പോഴും നല്ല വൃത്തിയാക്കിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഇലക്ട്രിസിറ്റിക്കാർ നമ്മളെ ഇലക്ട്രിക് ലൈന് പോകുന്നതുകൊണ്ട് നമ്മളെ സപ്പോർട്ട മരം എല്ലാം കൊത്തി കളഞ്ഞ് ഇത് കണ്ടില്ലേ? അത് കളയേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് ഇവർ അവിടെ കൊത്തി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റുക, അതൊക്കെ അങ്ങോട്ട് വിളിക്കുക. ഒരുപാട് സപ്പോർട്ട നമ്മളെ വീടിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇലക്ട്രിസിറ്റിക്കാർ ഇതാ കണ്ടില്ലേ? ഇതാ എത്ര സപ്പോർട്ടാ വീട് കിടക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ? അത് പോട്ടെ, അതൊക്കെ മോശമായി. ഇനി നമ്മൾ ഇവിടെ വീടിൻ്റെ മുന്നിലുള്ള ഈ റോഡൊന്ന് ക്ലീൻ ചെയ്യലാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ ആരോണല്ലേ ഒന്ന് ആവുന്ന പോലെ ചെയ്താൽ മതി. ഈ ഭാഗത്ത് നിന്നിട്ട് പിന്നെ ഇതിനടുക്ക് ഇല്ലേ? ഇതാണ് കൊടുത്ത. ഇത് തൊട്ടാൽ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂല, അത് ശ്രദ്ധിക്കണം. ഓക്കെ, കണ്ടില്ലേ? ഇതൊക്കെ വെയിൽ കൊണ്ട് നല്ല ക്ലീനായിട്ട് ഉണങ്ങിക്കോളും.
ആ സന്തോഷത്തിൻ്റെ ആ ഒരു പറക്കലാണ് കണ്ടത്. കണ്ടില്ലേ?